നമസ്കാരം കൂട്ടുകാരെ, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഒരുപാട് കാര്യങ്ങൾ ചുറ്റിലും പറഞ്ഞ് കേൾക്കുന്നു. ഇൻഫ്ലുവേഴ്സിൻ്റെ കാര്യം കഴിയുമോ? കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നിട്ട് ഇൻഫ്ലുവൻസേഴ്സിനെ റീപ്ലേസ് ചെയ്യുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഇങ്ങനെ ചുറ്റിലും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ചാറ്റ് GPT ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ചാറ്റ് GPTയിലൊരു കാര്യം ചോദിച്ചാൽ അത് അതിന് കൃത്യമായിട്ട് ഉത്തരം തരും. പിന്നെ മറുഭാഗത്ത് വീഡിയോസൊക്കെ അവതരിപ്പിക്കുന്ന ടൂൾസും ഒക്കെ വന്നിട്ടുമുണ്ട്. ഇനി ഇത് രണ്ടും ഒന്നായാൽ അതിന് എത്ര സമയം വേണോ എന്നത് വലിയൊരു ചോദ്യം തന്നെയാണ്. പക്ഷെ അങ്ങനെ ഒരു സമയം വരികയാണെങ്കിൽ ഇത് ഇൻഫ്ലുവൻസേഴ്സിനെ റീപ്ലേസ് ചെയ്യും. യൂട്യൂബ് എന്നൊക്കെയുള്ളൊരു പ്രസ്ഥാനം തന്നെ മറിയും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചുറ്റിലും പറഞ്ഞ് കേൾക്കുന്നുണ്ട്. ഇപ്പോൾ സാധാരണ പല ആളുകളും കുറച്ച് വർഷങ്ങളായിട്ട് യൂട്യൂബിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണ്. ഇപ്പോൾ ഇനി അഥവാ ഒരു 6-7 മാസം കൂടി മാത്രമേ ഇങ്ങനെ യൂട്യൂബറിന് ഇൻഫ്ലുവൻസറായിട്ട് ഇരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊരവസ്ഥ വന്നാൽ എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങളെല്ലാവരും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? പിന്നെ യൂട്യൂബ് കുറച്ചായിട്ട് നിർത്തേണ്ട ഒരു സമയമായി വരുന്നതായിട്ട് തോന്നാറുണ്ടോ? കാരണം ചുരുങ്ങിയത് ഒരു സാധാരണ ഏതൊരു ഫീൽഡിലും ഗവൺമെൻറ് ജോലി അല്ലാത്തത് ഒരു ചുരുങ്ങിയ വർഷങ്ങൾ മാത്രമേ ചിലർക്കൊക്കെ ഓരോരോ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. പിന്നെ വേറെ എന്തെങ്കിലും ഒരു പ്ലാന് മനസ്സിൽ കണ്ട് വയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു മേഖലയിൽ തുടരാൻ പറ്റിയില്ലെങ്കിൽ അതിന് വേറെ ഒരു വശം കൂടെ ഉണ്ടെന്നുള്ളൊരു സമാധാനം ഉണ്ടായിരിക്കാം. പക്ഷേ ഒരുപാട് പേർക്ക് വേറെ ഒരു മേഖലയിൽ ജോലിയുള്ളവരൊക്കെയും യൂട്യൂബിൽ തുടർന്ന് കൊണ്ടുപോകുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അവർക്കൊരു എക്സ്ട്രാ ഇൻകം പോലെയാണ്. അപ്പോൾ പ്രശ്നം അതല്ല. ഇപ്പോൾ ഒരുപാട് വർഷങ്ങൾ ഇതുപോലെ യൂട്യൂബ്, ഫേസ്ബുക്ക് ഇതൊക്കെ തുടരുവാനായിട്ട് സാധിക്കുമോ? ധാരാളം പേര് ഇതിൽ നിന്നൊക്കെ നല്ല വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. അവർക്ക് ഈ സോഷ്യൽ മീഡിയയിൽ നിന്നും യൂട്യൂബിൽ നിന്നുമൊക്കെ ധാരാളം പണം സമ്പാദിക്കുന്നുമുണ്ട്. പക്ഷേ അതിനിടയ്ക്കാണ് ചിന്തിക്കാത്ത ഒരു കാര്യം ഇങ്ങനെ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ ഇതിനിടയിൽ വരുന്നത്. എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ന് ലോകമെമ്പാടും ആകാംക്ഷയോടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. ഇപ്പോൾ ലോകമെമ്പാടും ഈ ജീവനില്ലാത്ത ഒരു വെർച്വലായിട്ടുള്ളൊരു കാര്യം വരിക, അത് മനുഷ്യരുടെ ജോലിയൊക്കെ അത് ഏറ്റെടുക്കുക, ഇതൊക്കെ ഈ രംഗമൊക്കെ ആലോചിക്കാൻ തന്നെ പറ്റുന്നില്ല. അത്രയ്ക്കും ഒരു ഷോക്കിംഗ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണിത്. അപ്പോൾ ഇത് മറ്റൊന്നുമല്ല, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നിട്ട് ഈ ലോകത്തെ എമ്പാടും മറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ന്യൂസ് വായിക്കുന്നത് ഉൾപ്പെടെ പല കാര്യങ്ങളും മനുഷ്യർ ചെയ്യുന്ന പോലെ ഭംഗിയോടെയും ഉത്തരവാദിത്വത്തോടെയും ഒക്കെയാണ് ഈ വെർച്വലായിട്ടുള്ള മെഷീൻസ് വഴി AI ചെയ്യിപ്പിക്കുന്നത്. അതായത് ടോപ്പിക്കൊക്കെ പറഞ്ഞു കൊടുത്താൽ AI വീഡിയോ നിർമ്മിച്ച് നൽകും. ആരുടെ വോയിസ് ആണോ വേണ്ടത് ആ വ്യക്തിയുടെ വോയിസും സാമ്പിൾ ഇമേജും ഒക്കെ കൊടുത്താൽ ആ വ്യക്തി പറയുന്ന രീതിയിൽ തന്നെ AI വീഡിയോ നിർമ്മിച്ച് നൽകുകയും ഒക്കെ ഇക്കാലത്ത് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ദൈനംദിനം പ്രവർത്തനങ്ങളിലും ബിസിനസ്സിലുമൊക്കെ AIയുടെ പവർ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വേറൊരു വിഭാഗം ഉറപ്പിച്ച് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഒരിക്കലും മനുഷ്യകുലം ഭൂമിയിൽ ജീവിക്കുന്ന കാലം വരെ അറിവുകളും അധ്വാനവും പഠിപ്പും ഒക്കെ കൊണ്ട് മാത്രമേ ഈ ലോകത്ത് നിലനിൽക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു AIക്കും ഇതിന് പകരം വയ്ക്കാനായിട്ട് പറ്റില്ല. മനുഷ്യൻ്റെ അറിവും അധ്വാനവും കൊണ്ട് മാത്രമാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലും നിലവിൽ വന്നത്. അപ്പോൾ സ്വന്തമായിട്ട് ചിന്തിക്കാൻ കഴിവില്ലാത്ത ഈ AI ഒരിക്കലും മനുഷ്യരെ റീപ്ലേസ് ചെയ്യില്ല എന്ന് തന്നെയാണ് ഒരു വിഭാഗം എങ്കിലും ആളുകൾ ഉറച്ച് വിശ്വസിക്കുന്നത്. എന്തായാലും എന്തൊക്കെ നടക്കുമെന്നുള്ളത് കാലം പോകും തോറും നമ്മൾക്ക് നോക്കിയിരുന്ന് കാണാം. അപ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ചിട്ട് എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത്? ഈ ഒരു വിഷയം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അറിഞ്ഞതാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻസിലൂടെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് അടുത്ത വീഡിയോയിൽ കൂടി നമ്മൾക്ക് ഇതിനെക്കുറിച്ചിട്ടൊക്കെ സംസാരിക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പോഴേക്കും വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. ഇനി അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.